സാധാരണ ദിവസത്തെ ക്ഷേത്ര ദർശനത്തേക്കാൾ അഷ്ടമി രോഹിണി ദിവസത്തെ ദർശനത്തിന് 10 ഇരട്ടി ബലം കൂടുതൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അഷ്ടമി രോഹിണി വ്രതമെടുത്ത് ഗുരുവായൂർ ദർശനം നടത്തുന്നതിന് 100 ഇരട്ടി ബലം ലഭിക്കുമെന്നാണ് വിശ്വാസം. 2025 സെപ്റ്റംബർ 14 ഞായറാഴ്ചയാണ് ഇത്തവണ അഷ്ടമി രോഹിണി വരുന്നത്. അഷ്ടമി രോഹിണി ദിവസം ഉപവസിച്ച് അർദ്ധരാത്രി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ അവതാര പൂജ നടക്കുന്നതുവരെ ഭക്തർ ഭഗവാന്റെ അവതാരം മനസ്സുകൊണ്ട് പ്രതീക്ഷിച്ച് കൃഷ്ണനാമങ്ങൾ, മന്ത്രങ്ങൾ, കീർത്തനങ്ങൾ എന്നിവ ജപിച്ചുകൊണ്ടിരിക്കണം. രാത്രി അവതാര പൂജ കഴിഞ്ഞാൽ ഭഗവത് പൂജയ്ക്ക് ശേഷം പാരണ വിടാം. വ്രത ദിവസം പഴകിയ ഭക്ഷണം, നെല്ലരിച്ചോറ് എന്നിവ കഴിക്കരുത്. മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം. ലഘുഭക്ഷണമേ കഴിക്കാവൂ. ബ്രഹ്മചര്യം അത്യാവശ്യമാണ്. തുടർച്ചയായി 3 ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തണം. വിഷ്ണു ക്ഷേത്രം ആയാലും മതി. പകലും രാത്രിയും ശ്രീകൃഷ്ണ നാമങ്ങൾ ഉരുവിടണം. മന്ത്രങ്ങൾ ചൊല്ലണം. ഭാഗവതം പാരായണം കേൾക്കണം. ശ്രീകൃഷ്ണന്റെ അവതാര പൂർണ്ണതയും വൈശിഷ്ട്യവും മനസ്സിലാക്കി ഭഗവാനെ ധ്യാനിക്കണം. അഷ്ടമി രോഹിണി വ്രതം ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും, പ്രണയ സാഫല്യത്തിനും, പാപമുക്തിക്കും, രാഷ്ട്രീയ വിജയത്തിനും, വശ്യശക്തിക്കും, ദാമ്പത്യ സൗഭാഗ്യത്തിനും, സാമ്പത്തികാഭിവൃദ്ധിക്കും, ദാമ്പത്യ കലഹം മാറാനും, കർമ്മപുഷ്ടിക്കും, ശത്രു നിവാരണത്തിനും, സന്താന സൗഭാഗ്യത്തിനും, കലാസാഹിത്യ പ്രവർത്തനങ്ങൾ വിജയിക്കാനും, ധനസമ്പാദനത്തിനും, ആപദ്രക്ഷയ്ക്കും, വ്യവഹാര വിജയത്തിനും, ഭരണ നൈപുണ്യത്തിനും ഉതകുമെന്നാണ് വിശ്വാസം. അഷ്ടമി രോഹിണി ദിവസം ഭക്തിയോടെയും ശുദ്ധിയോടെയും വ്രതമെടുത്താൽ തൊഴിൽ പ്രശ്നം, വിദ്യാവിഘ്നം, കടബാധ്യത എന്നിവ തീരും. ഏത് കാര്യത്തിനും ശ്രീകൃഷ്ണാനുഗ്രഹം ലഭിക്കും. ജീവിതത്തിൽ ബുധദശ നടക്കുന്നവർ അഷ്ടമി രോഹിണി വ്രതം തീർച്ചയായും അനുഷ്ഠിക്കേണ്ടതാണ്. മന്ത്രങ്ങൾ ഗുരുനാഥനിൽ നിന്നും ഉപദേശമായി സ്വീകരിച്ച് ജപിക്കണം. അഷ്ടമി രോഹിണിക്ക് സാധിച്ചില്ലെങ്കിൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ശുഭവസ്ത്രം ധരിച്ച് ജപം തുടങ്ങേണ്ടതാണ്.